സർ, ഈ റെക്കോർഡ് എടുക്കാൻ ഒരാൾ സ്ഥിരമായി വരാറുണ്ട്. അറബിക്കടലിന്റെ തീരത്തുള്ള ആ നഗരം മുമ്പൊരിക്കലും ഇത്രയും ഭയപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 6 മാസമായി കൃത്യം 15-ാം തീയതി അർദ്ധരാത്രിയിൽ നഗരത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മൃതദേഹം കാണപ്പെടും. ഓരോ കൊലപാതകവും കൊലയാളി ആഘോഷമാക്കുകയായിരുന്നു. മൃതദേഹത്തിന് തൊട്ടടുത്ത് ഇരയുടെ തന്നെ രക്തം കൊണ്ട് ഓരോ അക്കങ്ങൾ അവൻ ബാക്കി വെച്ചു. 1, 2, 3, അങ്ങനെ 8 വരെ. ഏറ്റവും ഒടുവിൽ അതീവ സുരക്ഷയുള്ള സ്വന്തം ഫ്ലാറ്റിനുള്ളിൽ ഡോക്ടർ അനിത കൊല്ലപ്പെട്ടതോടെ പോലീസ് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. അവരുടെ നെറ്റിയിൽ രക്തം കൊണ്ട് 8 എന്നെഴുതിയിരുന്നു. ബലപ്രയോഗത്തിന്റെ അടയാളങ്ങളില്ല. മോഷണം നടന്നിട്ടില്ല. ഒരു അദൃശ്യരൂപം വന്ന് ജീവൻ കവർന്നെടുത്തതുപോലെ. അടുത്ത 15-ാം തീയതിക്ക് ഇനി വെറും 3 ദിവസങ്ങൾ മാത്രം. 9ാമത്തെ ഇര ആരായിരിക്കും എന്നത് ചോദ്യം ഓരോ നഗരവാസിയെയും വേട്ടയാടി. സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം ഡിറ്റക്റ്റീവ് വില്യംസ് കേസ് ഏറ്റെടുത്തു. കൊല്ലപ്പെട്ട 8 പേർക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഒരു കോളേജ് വിദ്യാർത്ഥി, ബാങ്ക് മാനേജർ, വീട്ടമ്മ, ഒടുവിൽ ഒരു ഡോക്ടർ. വില്യംസ് അവരുടെ ഫോൺ രേഖകൾ സൂക്ഷ്മമായി പരിശോധിച്ചു. ഒരു വിചിത്രമായ സാമ്യം അയാൾ കണ്ടെത്തി. എല്ലാവർക്കും മരണത്തിന് മിനിറ്റുകൾക്ക് മുൻപ് ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് ഒരു വോയിസ് മെസ്സേജ് വന്നിരുന്നു. വില്യംസ് അത് പ്ലേ ചെയ്തു. യാതൊരു സംസാരവുമില്ല. പകരം ഒരു പഴയ ഗ്രാമഫോൺ റെക്കോർഡിൽ നിന്ന് വരുന്ന പതുക്കെയുള്ള ആത്മാവിനെ മരവിപ്പിക്കുന്ന ഒരു വയലിൻ സംഗീതം മാത്രം. ആ സംഗീതം കേൾക്കുന്നവർ ഒരുതരം ട്രാസിൽ അകപ്പെട്ടു പോകുന്നതായി വില്യംസ് നിരീക്ഷിച്ചു. ആ സംഗീതത്തിന്റെ ഉറവിടം തേടി വില്യംസ് നഗരത്തിലെ ഏറ്റവും പഴയ മ്യൂസിക് ലൈബ്രറിയിലെത്തി. പൊടിപിടിച്ച റെക്കോർഡുകൾക്കിടയിൽ നിന്ന് അയാൾ ആ ട്യൂൺ കണ്ടെത്തി. ഒരു 1980കളിൽ പുറത്തിറങ്ങിയ ഒരു അപൂർവ സൈക്കോ അക്കൗസ്റ്റിക് ആൽബമായിരുന്നു അത്. സർ, ഈ റെക്കോർഡ് എടുക്കാൻ ഒരാൾ സ്ഥിരമായി വരാറുണ്ട്, ലൈബ്രറിയൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അയാളൊരു നിശബ്ദനായ യുവാവാണ്. പേര് ഫെഡ്രി ജോൺ. വില്യംസ് ഫെഡ്രിയുടെ ഭൂതകാലം ചികഞ്ഞു. അയാളൊരു മികച്ച IT എഞ്ചിനീയർ ആയിരുന്നു. എന്നാൽ ഒരു പരീക്ഷണത്തിനിടെ ഉണ്ടായ മാനസിക തകർച്ചയെ തുടർന്ന് അയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കി. അയാൾ ഇപ്പോൾ താമസിക്കുന്നത് നഗരത്തിന് പുറത്തുള്ള ഒരു പഴയ 2 നില ബംഗ്ലാവിലാണ്. 15-ാം തീയതി രാത്രി, സമയം 11:45. പേമാരി പെയ്യുന്ന ആ രാത്രിയിൽ വില്യംസ് ഒറ്റയ്ക്ക് ഫെഡ്രി ജോണിന്റെ ബംഗ്ലാവിലെത്തി. വീടിന് പുറത്ത് കാവൽക്കാരില്ല, പക്ഷേ ചുവരുകളിൽ വിചിത്രമായ ചിഹ്നങ്ങൾ വരച്ചു ചേർത്തിരുന്നു. വില്യംസ് വാതിൽ തള്ളി തുറന്നു. അകത്ത് കടുത്ത ഇരുട്ടും മരുന്നുകളുടെ രൂക്ഷഗന്ധവും. മുകളിലത്തെ മുറിയിൽ നിന്ന് ആ വയലിൻ സംഗീതം വളരെ പതുക്കെ കേൾക്കാം. വില്യംസ് തോക്കെടുത്ത് ഓരോ ചുവടും ശ്രദ്ധിച്ചു മുകളിലേക്ക് കയറി. മുറിയുടെ വാതിൽ തുറന്ന വില്യംസ് സ്തംഭിച്ചുപോയി. ആ മുറിയുടെ 4 ചുവരുകളും കൊല്ലപ്പെട്ട 8 പേരുടെയും ഫോട്ടോകൾ കൊണ്ട് നിറച്ചിരുന്നു. ഓരോ ഫോട്ടോയ്ക്കും താഴെ അവരുടെ പേരും മരണസമയവും ഹൃദയമിടിപ്പ് നിലച്ച രീതിയും ചുവന്ന മഷിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് വില്യംസിന്റെ കണ്ണുകൾ ചുവരിലെ മധ്യഭാഗത്തേക്ക് പോയി. അവിടെ വലിയ അക്ഷരത്തിൽ 9 എന്ന് എഴുതിയിരുന്നു. അതിന് താഴെ ഒട്ടിച്ചിരുന്ന ഫോട്ടോ കണ്ട വില്യംസിന്റെ കൈകളൊന്ന് വിറച്ചു. അത് വില്യംസിന്റെ തന്നെ ഫോട്ടോയായിരുന്നു. സ്വാഗതം മിസ്റ്റർ വില്യംസ്. നിങ്ങളെയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. ഇരുട്ടിൽ നിന്ന് ഫെഡ്രി ജോൺ പുറത്തു വന്നു. അവന്റെ കയ്യിൽ മൂർച്ചയുള്ള ഒരു സർജിക്കൽ ബ്ലേഡും ഒരു റിമോട്ട് കൺട്രോളും ഉണ്ടായിരുന്നു. ഈ 8 പേരെയും ഞാൻ കൊന്നത് നിങ്ങളെ ഇങ്ങോട്ടെത്തിക്കാനാണ്. ബുദ്ധിമാനായ ഒരു ഡിറ്റക്റ്റീവിനെ കൊന്നു തീർക്കുമ്പോഴേ എൻ്റെ ഈ മാസ്റ്റർ പീസ് പൂർത്തിയാകൂ. ഫെഡ്രി റിമോട്ട് അമർത്തിയതും മുറിയിലാകെ ഉയർന്ന ആവൃത്തിയിലുള്ള ആ വയലിൻ സംഗീതം മുഴങ്ങി. വില്യംസിന്റെ തല പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. അയാൾ മുട്ടുകുത്തി വീണു. നിന്റെ കൗണ്ട് ഡൗൺ ഇന്ന് ഇവിടെ അവസാനിക്കും വില്യംസ്. ഫെഡ്രി ബ്ലേഡുമായി വില്യംസിന് നേരെ ആഞ്ഞടുത്തു. വില്യംസ് പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. മരണം മുന്നിൽ കണ്ടിട്ടും അയാൾ ചിരിക്കുന്നത് കണ്ട് ഫെഡ്രി തറഞ്ഞു നിന്നു. ഫെഡ്രി, നിന്റെ കണക്കിലൊരു വലിയ തെറ്റുപറ്റിയിട്ടുണ്ട്. നീ എന്നെ കൊന്നാലും നിന്റെ കൗണ്ട് ഡൗൺ പൂർത്തിയാകില്ല. കാരണം നീ എണ്ണാൻ തുടങ്ങിയത് 1 നിന്നല്ല. നീ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്?
വില്യംസ് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് നിന്നു. 10 വർഷം മുമ്പ് നിന്റെ വീട്ടിലുണ്ടായ ആ തീപിടുത്തം ഓർക്കുന്നുണ്ടോ? നിന്റെ അനിയൻ ഷോൺ ആ തീയിൽ മരിച്ചുവെന്നാണ് ലോകം കരുതിയത്. പക്ഷെ സത്യം അതല്ല ഫെഡ്രി. നിന്റെ ആദ്യത്തെ പരീക്ഷണം നീ നടത്തിയത് അവനിലായിരുന്നു. അവൻ മരിച്ചപ്പോൾ തെളിവ് നശിപ്പിക്കാൻ നീ വീടിന് തീ കൊടുത്തു. നിന്റെ ആദ്യത്തെ ഇര ഷോണായിരുന്നു. താൻ ഇത്രയും കാലം ആരോടും പറയാതെ കുഴിച്ചുമൂടിയ ആ സത്യം വില്യംസ് വിളിച്ചു പറഞ്ഞപ്പോൾ ഫെഡ്രി മാനസികമായി തകർന്നുപോയി. അവൻ്റെ കയ്യിലെ ബ്ലേഡ് താഴെ വീണു. ആ നിമിഷം വില്യംസ് തൻ്റെ ചെവിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചെറിയ ഇയർ പ്ലഗുകൾ പുറത്തെടുത്തു. വില്യംസ് ആഞ്ഞടിച്ച് ഫെഡ്രിയെ കീഴ്പ്പെടുത്തി. ബംഗ്ലാവിന് പുറത്ത് ഡസൻ കണക്കിന് പോലീസ് വണ്ടികളുടെ നീലയും ചുവപ്പും വെളിച്ചം ഇരുട്ടിൽ മാറി മാറി തെളിയുന്നു. സൈറണുകൾ ആ പ്രദേശത്തെ ആകെ വിറപ്പിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഫെഡ്രി ജോണിന്റെ ഇരു കൈകളിലും വിലങ്ങുകൾ അണിയിച്ചു. അതുവരെ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനെ പോലെ അഹങ്കരിച്ചിരുന്ന ഫെഡ്രിയുടെ മുഖം ഇപ്പോൾ വിളറി വെളുത്തിരുന്നു. അവനെ മുറിക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ തകർന്ന കൊലയാളിയുടെ കൺമുന്നിൽ വില്യംസ് ഒരു തടസ്സമായി നിന്നു. വില്യംസ് അവൻ്റെ കണ്ണുകളിലേക്ക് തീക്ഷ്ണമായി നോക്കി. മുറിയിലെ കുറഞ്ഞ വെളിച്ചത്തിൽ വില്യംസിന്റെ നിഴൽ ഫെഡ്രിയുടെ മേൽ ഭീമാകാരമായി പതിഞ്ഞു. വില്യംസ് പറഞ്ഞു, ഫെഡ്രി, നിങ്ങളെപ്പോലെയുള്ള സൈക്കോ കില്ലർമാർക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് അഹങ്കരിക്കും. അടുത്ത ഇരയെ എങ്ങനെ വേട്ടയാടാം, എങ്ങനെ പോലീസിനെ വെട്ടിക്കാമെന്ന് ചിന്തിച്ച് നിങ്ങൾ സ്വയം ദൈവമാണെന്ന് വിശ്വസിക്കും. പക്ഷേ ആ ആവേശത്തിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭൂതകാലത്തെ മറന്നുപോകും. നിന്റെ ആ ഒന്നാമത്തെ ഇര, നിന്റെ അനിയൻ ഷോൺ, അവൻ ഇന്നും ആ തറക്കടിയിൽ നിന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. നീ പടുത്തുയർത്തിയ ഈ കൊട്ടാരത്തിൻ്റെ അടിത്തറ നിന്റെ തന്നെ പാപമായിരുന്നു ഫെഡ്രി. നിന്റെ കണക്കുകൾ പണ്ടേ പിഴച്ചിരുന്നു. ഫെഡ്രി ജോൺ ഒന്നും മിണ്ടാതെ താൻ തോറ്റുപോയി എന്ന തിരിച്ചറിവിൽ തല താഴ്ത്തി പോലീസുകാരോടൊപ്പം നടന്നു നീങ്ങി. ഫെഡ്രി മുറിക്ക് പുറത്തേക്ക് പോയതും വില്യംസ് പതുക്കെ മുറിയിലെ മേശയുടെ അടുത്തേക്ക് നടന്നു. അവിടെ ഇരുന്ന തൻ്റെ വിഖ്യാതമായ ആ കറുത്ത തൊപ്പി അയാൾ കയ്യിലെടുത്തു. വിരലുകൾ കൊണ്ട് അതിൻ്റെ തുമ്പൊന്ന് തട്ടി വൃത്തിയാക്കിയ ശേഷം വളരെ ഗൗരവത്തോടെ അയാൾ അത് തലയിൽ വെച്ചു. അയാൾ മേശപ്പുറത്തിരുന്ന ആ പഴയ വയലിൻ റെക്കോർഡ് എടുത്തു. കുറച്ചു നിമിഷം അത് നോക്കി നിന്ന ശേഷം യാതൊരു ദയയുമില്ലാതെ അത് രണ്ടാക്കി ഒടിച്ചു കളഞ്ഞു. അതിൻ്റെ കഷ്ണങ്ങൾ തറയിൽ വീണപ്പോൾ ഉണ്ടായ ശബ്ദം ആ മുറിയിലെ കൊടും ക്രൂരതയുടെ അന്ത്യം കുറിക്കുന്നതായിരുന്നു. പുറത്തു തോരാതെ പെയ്ത മഴ പതുക്കെ തോർന്നു തുടങ്ങിയിരുന്നു. വില്യംസ് ബംഗ്ലാവിൻ്റെ പടികളിറങ്ങി തൻ്റെ കാറിലേക്ക് നടന്നു. നഗരത്തിൻ്റെ ആകാശത്ത് മേഘങ്ങൾ ഒഴിഞ്ഞു തുടങ്ങുന്നു. അതിഭീകരമായ ഒരു പേക്കിനാവിൽ നിന്നെന്ന പോലെ ആ നഗരം ഇനി സമാധാനത്തോടെ ഉറങ്ങും. ഡിറ്റക്റ്റീവ് വില്യംസിൻ്റെ ബുദ്ധിപരമായ ഈ നീക്കം നിങ്ങൾക്കിഷ്ടമായോ? ഇതുപോലെയുള്ള നിഗൂഢതകൾ ഒളിപ്പിച്ച ക്രൈം ത്രില്ലറുകളും സൈക്കോ അനാലിസിസ് കഥകളും ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കേസിൽ വില്യംസ് ആരെയാകും വേട്ടയാടുന്നത്? അതറിയാൻ ആ ബെല്ലൈക്കോൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു ഉദ്വേഗജനകമായ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.